ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുഭ്യോ നമ. ഗണേശായ നമ. സരസ്വത്യേ നമ. രാമായണം ബാലകാന്ഡം. അടുത്തത് വിശ്വാമിത്രൻ്റെ യാഗരക്ഷ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. വിശ്വാമിത്രൻ്റെ യാഗരക്ഷ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീരാമചന്ദ്രൻ്റെ നിത്യവുമുള്ള ദിനചര്യകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അതിനുശേഷം അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനും അയോധ്യയ്ക്കമ്മാറെഴുന്നള്ളിയിടിനാൻ. രാമനായവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടോരു പരാത്മാനാം. അപ്പോൾ ആ സമയത്ത്, ആ ഒരു കാലത്ത്, അവരുടെ ആ ഒരു കൗമാരാവസ്ഥയിൽ, ബാല്യമൊക്കെ കഴിഞ്ഞ അവസ്ഥയിൽ വിശ്വാമിത്ര മുനി അവരുടെ അയോധ്യയിലേക്ക് വന്നു. അപ്പോൾ വരാനുള്ള ഉദ്ദേശം തന്നെ രാമനായി അവതരിച്ചിട്ടുള്ള ബാലനെ കാണാനും ഒക്കെയാണ് ശരിക്കുള്ള ഉദ്ദേശം. സത്യജ്ഞാന അനന്താനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ വന്നു ആ സത്യജ്ഞാന ആനന്ദാമൃതം. അപ്പോൾ എന്താണ് ഭഗവാൻ എന്ന് വെച്ചാൽ പ്യുവർ ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയും. അതുപോലെ സത്യമാണ് ട്രൂ ആൻഡ് പ്യുവർ ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പോലെ സത്യജ്ഞാന ആനന്ദാമൃതം, അതാണ് രാമചന്ദ്രൻ, അതാണ് ഭഗവാൻ, അതാണ് വിഷ്ണു ഭഗവാൻ. അതിനെ ആ ഭഗവാനെ കാണാനും ചിത്രത്തിൽ ഭക്തിയോടെ കാണാൻ വേണ്ടിയാണ് വന്നത്. കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥൻ ആശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്ത് വിധിനന്ദനോടും ചെന്നെതിരേറ്റ് യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്തിയാ സുസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടിനാൻ. അസ്മത് ജന്മവും ഇന്ന് വന്നിതു സഫലമായി. ഇപ്പം ഞാനിത് വായിക്കുന്നത് നമ്മളിങ്ങനെ സംസ്കൃതമൊക്കെ ഉള്ളത് ഇങ്ങനെ മുറിച്ച് വായിക്കണം, അതുപോലെയാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ അത് നോക്കുക. ചില സ്ഥലങ്ങളിൽ മുറിച്ചാണ് വായിക്കുന്നത്, സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം, അപ്പോഴത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. പറയണം, കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥൻ. കൗശികൻ വിശ്വാമിത്രനെ കണ്ടു, ദശരഥൻ കണ്ടു. എന്നിട്ട് ആശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു. നമ്മൾ ഈ മഹാന്മാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ സീറ്റിലിങ്ങനെ ഇരിക്കുമോ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് വണങ്ങും ഒക്കെ അല്ലേ, അതുപോലെ ആശു പെട്ടെന്ന് സംഭ്രമത്തോടെ പ്രത്യുത്ഥാനവും ചെയ്തു, പെട്ടെന്ന് എഴുന്നേറ്റു. എന്നിട്ട് വിധി നന്ദനോടും ചെന്ന് എതിരേറ്റ് യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്തിയാ സുസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടിനാൻ. എന്നിട്ട് പെട്ടെന്ന് പോയി എതിരേറ്റ് യഥാവിധി പാദമൊക്കെ കഴുകി, അങ്ങനെ കുറേ ഗുരുക്കന്മാരെ പൂജയൊക്കെ ചെയ്ത് വന്ദിച്ച് ഭക്തിയോടെ സുസ്മിതം ചിരിച്ചുകൊണ്ട് മുനിവരനോട് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞു, അസ്മത് ജന്മവും ഇന്ന് വന്നിത് സഫലമായി. അസ്മത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ജന്മം ഇന്ന് സഫലമായി എന്നാണ് പറയുന്നത്. മുനി വന്നപ്പോൾ, വിശ്വാമിത്ര മുനി വന്നപ്പോൾ അങ്ങനെ ദശരഥൻ പറഞ്ഞു. നെന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥ അന്തരാത്മാവായത് ഞാനിഹ തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്ന ആശു സമ്പത്തും താനേ വരും. എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതിന്നു ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. പറയണം, ഇപ്പോൾ എന്തിനാ വന്നതെന്ന് അരുളിയാലും എന്ന് ചോദിക്കുന്നു. അപ്പോൾ തപോനിധേ എന്ന് വിളിക്കുന്നത് വിശ്വാമിത്ര മുനെ, ഞാൻ ഇഹ ഇവിടെ
നിങ്ങൾ എഴുന്നള്ളിയ ഈ ദേശത്തിന് തന്നെ മംഗലമായി വന്ന് ആശ സമ്പത്തും താനേ വരും. അപ്പം മഹാന്മാർ വരുന്ന സമയത്ത് ആ ദേശത്തിന് തന്നെ സമ്പത്തും ഐശ്വര്യവും ഒക്കെ വരുന്നതാണ്. മംഗലമായി വന്ന് ആശ പെട്ടെന്ന് തന്നെ സമ്പത്തും താനേ വരും, സമ്പത്തും വരും, മംഗളവും വരും, ഐശ്വര്യവും വരും എന്നാണ് പറയുന്നത്. എന്തോന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്തിനാ വന്നതെന്ന് അരുൾ ചെയ്താലും പറഞ്ഞാലും അരുൾ ചെയ്യുക, പറയുക. എന്നാലാകുന്നതെല്ലാം ചെയ്യുവേൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. എനിക്കാവുന്നതെല്ലാം ഞാൻ ചെയ്യാം, മടിക്കാതെ പറയൂ എന്താണ് കാര്യമെന്ന്. താപസകുലപതേ എന്നാണ് വിശ്വാമിത്ര മുനിയെ പലതരത്തിൽ സംബോധന ചെയ്യുന്നുണ്ട്. വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടും ദശരഥനോട് അതുനേരം, ഞാൻ അമാവാസി തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹു മുഖ്യന്മാരാം നക്തഞ്ചരന്മാർ ഇരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കണം. അപ്പോൾ എന്താണ് കാര്യം എന്ന് പറയണം. വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തു. സന്തോഷത്തോടെ പറഞ്ഞു, അരുൾ ചെയ്യുക, പറയുക. വിശ്വാസത്തോട് ദശരഥനോട് അതുനേരം ആ സമയത്ത് പറഞ്ഞു, ഉത്തരം പറഞ്ഞു. എന്താണ്? ഞാൻ അമാവാസി തോറും പിതൃദേവാദികളെ ധ്യാനിച്ച് ചെയ്യുന്ന ഹോമത്തെ മുടക്കുന്നതിനായിട്ട് മാരീചൻ, സുബാഹു തുടങ്ങിയ നക്തഞ്ചരന്മാർ, രാക്ഷസന്മാർ ശ്രമിക്കുന്നു. ഞാൻ എല്ലാ അമാവാസിയും തോറും നടക്കുന്ന യാഗമാണ് അത്. രാക്ഷസന്മാർ അത് മുടക്കുന്നു. അതുകൊണ്ട് അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കണം. അതിന് കഴിവുള്ള അത് രാമദേവൻ മാത്രമാണ്. അതുകൊണ്ട് രാമദേവനെ അയക്കണം ദയാനിധേ എന്ന് പറയുന്നു. അപ്പോൾ പുഷ്കരോദ്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. പിന്നെ പറഞ്ഞു ശ്രീരാമചന്ദ്രൻ മാത്രം പോരാ, ലക്ഷ്മണനും വേണമെന്ന് പറഞ്ഞു. നല്ലതു വന്നിടുക നിനക്ക് മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപതേ. പറയണം, നിനക്ക് നല്ലത് വരട്ടെ മഹീപതേ എന്ന് പറഞ്ഞാൽ രാജാവേ, കല്യാണമതേ കരുണാനിധേ നരപതേ. പറയണം, നിനക്ക് മംഗളം വരട്ടെ എന്നൊക്കെ പറയുന്നു. ചിന്താചഞ്ചലനായ പങ്ക്തിസ്യന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേകാന്തേ ചൊല്ലിയിടിനാൻ. ചിന്താചഞ്ചലൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചാഞ്ചല്യം, അല്ലെങ്കിൽ മനസ്സ് എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കാത്ത സമയത്താണ് നമുക്ക് ചാഞ്ചല്യം എന്ന് പറയുക. പങ്ക്തിസ്യന്തനൻ നൃപൻ, അതായത് നൃപൻ രാജാവ് മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്തേ ചൊല്ലിയിടിന. ഗുരുവിനോട് പറഞ്ഞു, എന്തു ചെയ്വതു ഗുരു നന്ദനൻ തന്നെ സന്ധ്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. ഞാൻ എന്താ ചെയ്യുക? എൻ്റെ എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. അപ്പോൾ പറയുന്നു, സ്വന്തം വിഷമം ഗുരുവായ വസിഷ്ഠനെ അറിയിക്കുന്നിട്ട് പറയുന്നു, ആറ്റുനോറ്റ് യാഗമൊക്കെ ചെയ്തുണ്ടായ മകനാണ്, പിരിയുക പ്രയാസമാണ്. പക്ഷേ വിശ്വാമിത്രനെ അനുസരിക്കാഞ്ഞാലോ എന്താ സംഭവിക്കുക? വംശം തന്നെ മുടിയും. അതാണ് പറയുന്നത് അന്വയ നാശം എന്ന് പറഞ്ഞാൽ അന്വയം വംശം, അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. അതായത് മുനികളൊക്കെ അങ്ങനെയാണ്, ആരോടെങ്കിലും എന്തെങ്കിലും അഭ്യർത്ഥിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അവർ ശാപം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ശാപം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ശാപമല്ല, അവരിങ്ങനെ മനസ്സിന്, അതുകൊണ്ടാണ് ഗുരുക്കന്മാർ നമ്മൾ പ്രീതിപ്പെടുത്തുന്നതും ഒക്കെ അവരെ സേവിക്കുന്നതൊക്കെ. കാരണം അപ്പോഴേ നമുക്ക് എല്ലാം നന്മയുണ്ടാവുള്ളൂ, അവരുടെ മനസ്സ് നമ്മുടെ കൂടെ നിൽക്കും. എന്തോന്ന് നല്ലതിപ്പോളെന്ന് അപ്പോൾ എന്താ പറഞ്ഞത്? രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. അപ്പോൾ വിശ്വാമിത്രൻ രാമനെ കൊടുക്കാതിരുന്നാൽ ഈ കുലത്തെ തന്നെ നാശം വരുത്തും. അതിന് കഴിയുന്ന ആളാണ് വിശ്വാമിത്രൻ.
എന്തൊന്നു നല്ലതിപ്പോൾ എന്ന് നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും മതി ഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ രാജാവേ. അപ്പോൾ പറയുന്നു, ഏതാണ് നല്ലത്, എന്തൊന്നും നല്ലത് ഇപ്പോൾ എന്ന് നിന്തിരുവടി അങ്ങ് ചിന്തിച്ച് എനിക്ക് പറഞ്ഞു തരണം, അരുളി ചെയ്തിടുക, പറഞ്ഞു തരണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും ഗോപ്യം, അതായത് അപ്പോൾ പറയണ ഒരു രഹസ്യമാണ്, രാമൻ്റെ ജന്മം തന്നെ ഒരു രഹസ്യമാണ്. അത് കേട്ടാലും ഞാൻ പറഞ്ഞു തരാം, ഇത് വളരെ അതീവ രഹസ്യമാണെന്ന് പറയണം. അതുകൊണ്ട് സന്തതമുണ്ടാകേണ്ട സന്തതം ധരാപതി. അപ്പോൾ വിശ്വാമിത്ര മുനി ദശരഥനോട് പറയുന്നതാണ്, രാമൻ്റെ ജന്മത്തെക്കുറിച്ച് അതീവ രഹസ്യമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം, അത് നിനക്ക് വിഷമമുണ്ടാകേണ്ട രാജാവേ, ധരാപതേ രാജാവേ. പിന്നെ മാനുഷ്യനല്ല രാമൻ മാനവശിഖാമണേ, മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്കുമതുമൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചത് വൈകുണ്ഠൻ നാരായണൻ. അപ്പോൾ പറയണം, ഞാൻ രാമൻ്റെ ഒരു ജന്മത്തെക്കുറിച്ച് ഞാൻ രഹസ്യമായ ഒരു കാര്യം ഞാൻ പറയാം എന്ന് പറയുന്നു. ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് മഹാവിഷ്ണു തന്നെ അവതരിച്ചിരിക്കുകയാണ്. കാരണം മഹാവിഷ്ണുവിനെ മകനായി ലഭിക്കണമെന്ന് മുൻ ജന്മത്തിൽ കശ്യപനും അതിഥിയും, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്, അവർ കശ്യപ പ്രജാപതിയും അതിഥി മാതാവും അവർ ആഗ്രഹിച്ചു. അപ്പോൾ അവരുടെ അവർ വീണ്ടും ഈ ജന്മത്തിൽ ദശരഥനും കൗസല്യയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മകനായിട്ട് വിഷ്ണു ഭഗവാൻ തന്നെ അവതരിക്കും. അതാണ് വിഷ്ണുവിൻ്റെ രൂപത്തിൽ രാമപുത്രനായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ രഹസ്യം, അതീവ ഗുഹ്യം എന്നാണ് പറയുന്നത്. ഗുഹ്യം, രഹസ്യം. അപ്പോൾ പറയുന്നു, വന്ന് അവതരിച്ചത് വൈകുണ്ഠൻ നാരായണൻ, കൗസല്യാദേവി തന്നിൽ വന്ന് അവതരിച്ചത് വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യകേൾ എന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരം ഉഗ്ര തപസ് ചെയ്ത് നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു പൂജാദി ധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊൾവരമെന്നാൻ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വീണ്ടും പറയണം, ആ ഒരു സന്ദർഭം പറയണം. നിങ്ങൾ കൗസല്യയും ദശരഥനും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ കശ്യപ പ്രജാപതിയും അതിഥി മാതാവുമായിരുന്നു. അപ്പോൾ നിങ്ങൾ വളരെ കാലം ബഹുവത്സരം ഉഗ്രം തപസ് ചെയ്തു. എന്നിട്ട് മുഹുരാത്മനി വിഷ്ണു പൂജാദികൾ ചെയ്തിട്ട് ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും, അപ്പോൾ ആ ഭക്തവത്സലനായ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നീ വാങ്ങിക്കൊൾ വരമെന്നാൽ, നീ വരത്തെ വാങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്, പുത്രനായി പിറക്കണം എനിക്ക് ഭവാനെന്ന് സത്വരം അപേക്ഷിച്ച കാരണമെന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും. അപ്പോൾ പറയുന്നു, അങ്ങനെ നിങ്ങൾ ആ വരം ചോദിച്ചു, ആ വരത്തിലാണ് രാമന് മകനായിട്ട് പിറക്കണമെന്ന് ആവശ്യപ്പെട്ട വരമായിട്ട്, അതാണ് ഇപ്പോൾ രാമനായിട്ട് നിങ്ങൾക്ക് പിറന്നിരിക്കുന്ന മകൻ. എന്നിട്ട് പറയുന്നു പൃഥ്വീന്ദ്ര, അതായത് ദശരഥ, പൃഥ്വിയുടെ ഭൂമിയുടെ ഇന്ദ്ര. പറയുന്നു ആദിശേഷൻ, ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും. അപ്പോൾ പറയുന്നു പൃഥ്വീന്ദ്ര ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതര ശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലയാം അയോനിജയായുണ്ടായി വന്നു. അപ്പോൾ പറയുന്നു ദശരഥ ലക്ഷ്മണൻ, ആദിശേഷനാണ് ലക്ഷ്മണനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ശംഖും ചക്രവുമൊക്കെ ചതുർബാഹുവായിട്ട് വന്ന വിഷ്ണുവിൻ്റെ ശംഖും ചക്രവും ആണ് ഈ ഭരതനും ശത്രുഘ്നനും എന്നാണ് പറയുന്നത്. അപ്പോൾ ശംഖ കൈവിട്ട് നീ നിൻ്റെ മനസ്സിലെ എല്ലാ
ഡൗട്ട് ഒക്കെ മാറ്റിയിട്ട് കേട്ടു കണ്ടാലും ഇനിയും നീ യോഗമായാദേവിയെയും സീതയായി മിഥിലയിൽ. അപ്പോൾ യോഗമായാദേവിയാണ് സീതയായിട്ട് മിഥിലയിൽ ജനിച്ചത്. അയോനിജയാണ്, അതായത് ഒരു സ്ത്രീയുടെ യോനിയിൽ നിന്ന് പിറക്കുമ്പോഴാണ് സാധാരണ മനുഷ്യർ അങ്ങനെയാണ് പിറക്കുന്നത്, യോനിയിലൂടെ മനുഷ്യരൂപത്തിൽ ജനിക്കുന്നു. എന്നാൽ അയോനിജ യാഗം നടക്കുന്ന സ്ഥലത്ത്, ഒരു യാഗം നടക്കുന്ന സ്ഥലത്ത് സാധാരണ നിലയിൽ അമ്മ പ്രസവിക്കുന്നതാണ് കുട്ടികളുണ്ടാവുന്നത്. എന്നാൽ അയോനിജ എന്ന് പറയും, യോനിയിൽ ജനിക്കാത്തവൾ, അതാണ് സീത. അപ്പോൾ ഇതൊക്കെ ഒരു വളരെ രഹസ്യമാണ്. അപ്പോൾ ഒരിക്കലും നീ ആരോടും ഈ രഹസ്യം വെളിപ്പെടുത്തരുത് എന്നും പറഞ്ഞുകൊണ്ട് വസിഷ്ഠൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. എന്നിട്ട് പറയണു, ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിത് വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. അതുകൊണ്ടാണ് ഇപ്പോൾ വിശ്വാമിത്രനൊക്കെ വന്നിട്ട് ഈ കാര്യങ്ങൾ ഭൂമിഭാരം തീർക്കാനുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, എത്രയും ഗുഹ്യം ഇത് ആരോടും വക്തവ്യം പറയാനുള്ളതല്ല. പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ, പുത്രനെ കൂടെ അയച്ചിടണം. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. പിന്നെ അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ദശരഥൻ കൗശികൻ എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രനെ പൂജിച്ചു, വന്ദിച്ചു, യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ പൊയ്ക്കൊണ്ടാലും എന്ന ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ പറഞ്ഞു, നിങ്ങൾ രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കോളൂ, ഒരു നല്ല കാര്യത്തിനല്ലേ എന്ന് സന്തോഷത്തോടു കൂടി അയച്ചു. പിന്നെ വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്ന അരികെ ചേർത്തു മാറിലണച്ചു ഗാഠം പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നരുൾ ഉര ചെയ്തു. അപ്പോൾ രാമനെയും ലക്ഷ്മണനെയൊക്കെ വാത്സല്യപൂർവ്വം ശിരസിൽ ആശ്ലേഷിച്ച് ശിരസിൽ ഉമ്മയൊക്കെ വച്ച് നന്മ വരട്ടെ എന്ന് പറഞ്ഞ് ഗാഠം പുണർന്നു, വീണ്ടും പുണർന്നു ശിരസിൽ അനുഗ്രഹിച്ച് ഗുണങ്ങൾ വരുവാനായി പോവിൻ എന്ന് ഉര ചെയ്തു. അപ്പോൾ എല്ലാം നല്ലത് വരട്ടെ എന്ന് അങ്ങനെയാണല്ലോ നമ്മൾ അനുഗ്രഹിക്കുന്നത്. ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്ന് വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. അതായത് മാതാപിതാക്കന്മാർ, ജനകൻ, ദശരഥനും 3 അമ്മമാരുണ്ടല്ലോ, കൗസല്യ, കൈകേയി, സുമിത്ര, അവരുടെയൊക്കെ ചരണാംബുജം കൂപ്പി കാലൊക്കെ തൊട്ട് വണങ്ങി നമസ്കരിച്ച് മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്ന് വന്ദിച്ചു കുമാരന്മാർ. മുനിനായകൻ എന്ന് പറഞ്ഞാൽ അവരുടെ മുനിയാണ് വസിഷ്ഠമുനി. ആ വസിഷ്ഠമുനിയുടെ പാദവും വന്ദിച്ച് പിന്നെ വിശ്വാമിത്രനെ ചെന്ന് അതിനുശേഷം വിശ്വാമിത്രനെ വന്ദിച്ച് കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം, ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് പരിഗ്രഹിച്ചു മുനീന്ദ്രനും. അപ്പോൾ മുനിയും എന്ത് ചെയ്തു, ഈ ലോകത്തെ മുഴുവനും അവരെ സ്വീകരിക്കുന്ന, വിശ്വത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് വിശ്വാമിത്ര മുനി അവരെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ വിശ്വരക്ഷയ്ക്കായിട്ടാണ് ശ്രീരാമൻ അവതരിച്ചത് എന്നാണ് അതിൻ്റെ ഒരു സാരം. പിന്നെ ഇവിടെ ഒരു തത്വം, നമ്മളെല്ലാവരെയും വന്ദിക്കുകയും പൂജിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു തത്വവും ഇവിടെ ഉണ്ട്. മാതാപിതാ ഗുരു ദൈവം, അമ്മയെ വന്ദിക്കുന്നു, ദശരഥനെ വന്ദിക്കുന്നു, അമ്മമാരെ വന്ദിക്കുന്നു, അത് കഴിഞ്ഞിട്ട് വസിഷ്ഠമുനിയെ വന്ദിക്കുന്നു. അങ്ങനെ നമുക്ക് വലിയ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു വഴികാട്ടിയാണ് രാമായണം. ചാപതൂണീര ബാണ ഖഡ്ഗ പാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയും അയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നൊരു അനന്തരം മന്ദഹാസവും പൂണ്ടങ്ങരുളി ചെയ്തു മുനി. അപ്പോൾ എന്താണ്, വില്ല്, ചാപം, ബാണം, തൂണീരം. ചാപം വില്ല്, തൂണീരം ബാണം, തൂണീര ബാണ ഖഡ്ഗം വാൾ, ഇതെല്ലാം കയ്യിലേന്തിയാണ് ഈ കുമാരന്മാർ കൗശികമുനിയോടുകൂടി വിശ്വാമിത്രനോടുകൂടി
യാത്ര അയപ്പിച്ചു. അവരെ ആശീർവാദവും ഒക്കെ ചൊല്ലി വിട്ടു. പിന്നെ തീർത്ഥപാദന്മാരോടും കൂടെ അതായത് ഇവിടെ രാമലക്ഷ്മണന്മാരെയാണ് തീർത്ഥപാദന്മാരോടെന്ന് പറയുന്നത്. അതായത് ആരുടെ പാദങ്ങളെയാണ് നമ്മൾ വന്ദിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയുള്ളവരെയാണ്, സംപൂജ്യരായിട്ടുള്ളവരെയാണ് തീർത്ഥപാദന്മാർ എന്ന് പറയുന്നത്. രാമലക്ഷ്മണന്മാരാണ് തീർത്ഥപാദന്മാർ. അപ്പോൾ പറയുന്നു, തീർത്ഥപാദന്മാരോടും കൂടെ നടന്ന വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും പൂണ്ടങ്ങരുളി ചെയ്തു മുനി. കുറേ യാത്ര ചെയ്തു, കുറേ ദേശങ്ങളും ഒക്കെ കടന്ന് പോയി. അപ്പോൾ വിശ്വാമിത്ര മുനി പറയുന്നു, പിന്നെ രാമ രാഘവ രാമ ലക്ഷ്മണ കുമാരാക്കേൽ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ കുട്ടികളല്ലേ, നിങ്ങൾ ബാലന്മാരല്ലേ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നത് മൂലം. നിങ്ങൾക്ക് ദാഹവും വിശപ്പും ഒന്നും അറിയില്ല, കാരണം അവർ കൊട്ടാരത്തിൽ കഴിഞ്ഞ രാജകുമാരന്മാരല്ലേ. അപ്പോൾ പറയുന്നു, ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും. അപ്പോൾ പിന്നെ നമ്മൾ കാട്ടിലൊക്കെ പോകുമ്പോൾ ആഹാരം കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ പറയുന്നു, നിങ്ങൾക്ക് ദാഹവും വിശപ്പും അറിയാതിരിക്കാൻ ഞാൻ രണ്ട് വിദ്യകൾ അല്ലെങ്കിൽ 2 മന്ത്രങ്ങൾ, വിദ്യകൾ തരാം. അത് നിങ്ങൾ പഠിച്ച് ജപിക്കൂ എന്ന് പറയുന്നു. അതിനാണ് ബലയും അതിബലയും. അതാണ് 2 മന്ത്രങ്ങൾ ജപിച്ചു കൊടുക്കുന്നത്. ബലയും അതിബലയും മടിയാതെ. അപ്പോൾ പറയുന്നു, ബാലകന്മാരെ നിങ്ങൾ പഠിച്ച് ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ. നിങ്ങൾ ബല എന്നും അതിബല എന്നും പറയുന്ന 2 മന്ത്രങ്ങൾ ജപിച്ച് കൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഒന്നും തോന്നില്ല, നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ ആ വിശപ്പും ദാഹമൊക്കെ ശമിച്ച ബാലന്മാർ വിശ്വാമിത്രൻ്റെ കൂടെ ഗംഗാനദി കടന്നുപോയി എന്നാണ് ഇനി പറയുന്നത്. ദേവനിർമ്മിതകൾ ഈ വിദ്യകളെന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. അപ്പോൾ ഉപദേശിച്ചു ഈ 2 വിദ്യകൾ, അതായത് ബലയും പുന എന്ന് പറഞ്ഞാൽ വീണ്ടും ബലയും കൂടാതെ അതിബലയും, അതാണ് അതിൻ്റെ അർത്ഥം. ബലയും അതിബലയും 2 വിദ്യകളാണ്. ബലയും അതിബലയും മുനി ഉപദേശിച്ചു. ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതകൾ ഈ വിദ്യകളെന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. രാമദേവനും അതുപോലെ അനുജനായ ലക്ഷ്മണനും ഉപദേശിച്ചു കൊടുത്തു വിശ്വാമിത്ര മുനി. ശുൽപിപാസാദികളും തീർന്ന ബാലന്മാരും ആയപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. അപ്പോൾ ശുൽപിപാസകൾ എന്ന് പറഞ്ഞാൽ ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ്, പിപാസ ദാഹം. അപ്പോൾ വിശപ്പും ദാഹവും ഒക്കെ ശമിച്ചു അവർക്ക്. ഈ ഒരു മന്ത്രജപത്താൽ തന്നെ എല്ലാം ശമിച്ചു. അപ്പോൾ ആ ബാലന്മാരുമായിട്ട് വിശ്വാമിത്രൻ ഗംഗാനദി കടന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു തത്വമായിട്ട് പറയുന്നത്, ബാല്യം കടന്ന് കൗമാരത്തിലെത്തി അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ആയി എന്നാണ് അതിനകത്തുള്ള ഒരു ചെറിയൊരു അർത്ഥം. കാരണം ഒരു കൗമാരത്തിലേക്ക് കടന്നു. കൗമാരം എന്ന് പറയുമ്പോൾ നമ്മൾ ബാല്യകാലത്ത് കുസൃതികളായിട്ട് പോകും. എന്നാൽ കൗമാരത്തിൽ കുറച്ചും കൂടെ ഒരു സീരിയസ് ആവുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ കാലത്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് പഠിക്കണമെന്നാണ് ഇവിടുത്തെ തത്വം. അപ്പം അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട്. അതായത് നമ്മുടെ കുട്ടികൾ നല്ല ഒരു ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടായിരിക്കണമെന്നും ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും വന്ദിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു 90% നമുക്ക് ജീവിതത്തിലെ അനുഗ്രഹമാണ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും പറയാനും കഴിയും. പിന്നെ ബലയും അതിബലയും എന്ന് പറയുന്നത് ഒരു ജപം എന്ന് പറഞ്ഞാലും അത് മന്ത്രജപങ്ങളാവാം. മന്ത്രം ജപിക്കുമ്പോൾ എത്രയോ മുനിമാർ ഹിമാലയ സാനുക്കളിലൊക്കെ ആഹാരമില്ലാതിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതായത് മന്ത്രജപത്താലും ഒരു തപസ്സാണ്. അപ്പോൾ ഈ കുട്ടികളെ ഒരു തപസ്
വഹിച്ചുകൊണ്ടാണ് വിശ്വാമിത്രൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു തപസ്സാണ്, ഒരു ദുഷ്ടശക്തികൾക്കെതിരെ പോരാടാൻ ഒരു തപസ് ഉള്ളിൽ നിന്ന് വേണമെന്ന് പറയുന്ന വേറൊരു തത്വം കൂടെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശ്രീരാമ രാമ രാമ, ശ്രീരാമചന്ദ്രന് ഇത്രയും ഭാഗം സമർപ്പിക്കുന്നു. എഴുത്തച്ഛൻ എന്ന മഹാകവിക്ക് പ്രണാമം. കവിയുടെ മുന്നിലും ഇത് സമർപ്പിക്കുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. സാക്ഷാൽ നാരായണന് വിഷ്ണു ഭഗവാന് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.